തിരുവനന്തപുരം കാട്ടാക്കട പ്ലാവൂരിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കാണപ്പെട്ടു. പുലിയാണോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. പ്ലാവൂർ സ്വദേശി സുരേഷിന്റെ വീട്ടുമുറ്റത്താണ് കാൽപ്പാടുകൾ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കേൾക്കാം. ഇന്നലെ ഞാനും എൻ്റെ അനിയനും എല്ലാവരും കൂടി വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഉറങ്ങാൻ പോയി. അപ്പോഴേക്കും വലിയൊരു സൗണ്ട് കേട്ടു. നമ്മൾ രാവിലെ എണീറ്റ് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഫുള്ള് വലിയ നമ്മളെ കൈപ്പത്തി ഇങ്ങനെ മടക്കി വെക്കണതിൻ്റെ അത്ര വലിയൊരു കാൽപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ബന്ധപ്പെട്ട അപ്പുറത്ത് വീട്ടിലെ ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പം ആ ഗേറ്റിൻ്റെ അവിടെയൊക്കെ നമ്മൾ നഖം വെച്ച് വലിച്ചിട്ടുള്ള പാടുകൾ കണ്ടു. അതുമാത്രമല്ല അപ്പുറത്ത് വലിയ കാടുകളാണ്. ആ കാട്ടിൻ്റെ അവിടെ നമ്മളെ വീട്ടിൽ നോക്കിയാൽ ഫുള്ള് വവ്വാലൊക്കെ അടി ഉണ്ടാക്കി നമ്മളെ വീട്ടിലോട്ടാണ് പറഞ്ഞത്. അതുമാത്രമല്ല അപ്പുറത്ത് ഫുള്ള് പട്ടികളാണ്. എപ്പോൾ ചെയ്യാലും അപ്പുറത്തെ പട്ടികൾ, പൂച്ചയും പട്ടികളെല്ലാം ഉണ്ട്. ഈ ഗേറ്റിൻ്റെ ഇവിടെ കൂടി ഇവിടെ ഇറങ്ങി നമ്മളെ വീട്ടിൻ്റെ അടുക്കളയിലെല്ലാം കയറും. ഗൂഗിൾനാഥ് ചേരുന്നുണ്ട്. ഗൂഗിൾ, ഈ വന്യജീവികളൊക്കെ നാട്ടിലേക്ക് പല രീതിയിലും പല സമയത്തുമൊക്കെ തന്നെ ഇറങ്ങുന്ന കാലമാണ്. അതുകൊണ്ട് നാട്ടുകാരെ സംബന്ധിച്ചോളം ഈ കാൽപ്പാട് വളരെ പേടിപ്പിക്കുന്നതാണ്. ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത് വനം വകുപ്പിൻ്റെയും മറ്റ് പരിശോധനകൾക്ക് ശേഷമാണ്. അങ്ങനെയൊക്കെയുള്ള നടപടികളിലേക്ക് കടന്നുപോകും. കാട്ടാക്കട പ്ലാവൂരിൽ നിന്നാണ്. പ്ലാവൂർ സ്വദേശി സുരേഷിൻ്റെ വീട്ടുമുറ്റത്താണ് ഇന്ന് രാവിലെയോടെ ഇത്തരത്തിൽ പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കാണുന്നത്. ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് വലിയ ശബ്ദം കേൾക്കുകയും മുരൾച്ചയൊക്കെ കേൾക്കുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാർ പരിശോധന നടത്തിയപ്പോഴൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് രാവിലെയാണ് ഇത്തരത്തിൽ ഈ കാൽപ്പാടുകൾ കാണുന്നത്. എന്തായാലും ഇത് വന്യജീവി മനുഷ്യ സംഘർഷം നിരന്തരം ഈ കാട്ടാക്കട പ്രദേശത്ത് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് കാട്ടുപന്നി, അതേപോലെ തന്നെ മലമ്പാമ്പ്, പെരുമ്പാമ്പൊക്കെ നിരന്തരം ഇറങ്ങുകയും അതിനെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകൾ പലപ്പോഴായി വരുന്നുണ്ട്. ഒപ്പം ഈ എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രദേശത്ത് തന്നെ മുൻപ് ഈ കരടിയെയും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രദേശം നിരന്തരം ഇത്തരത്തിൽ വന്യജീവി സംഘർഷം നേരിടുന്ന പ്രദേശമാണ്. അപ്പോൾ ഇത് പുലിയാവാനുള്ള സാധ്യതയാണെന്നാണ് നാട്ടുകാർ അനുമാനിക്കുന്നത്. എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെത്തി പ്രാഥമിക പരിശോധന നടത്തി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് പുലിയാണോ അതോ കാട്ടുപൂച്ചയ്ക്ക് സമാനമായ മറ്റെന്തെങ്കിലും ആണെന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്യജീവി വകുപ്പ് അല്ലെങ്കിൽ വനം വകുപ്പ് അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. പ്രജീഷ്. ശരി, ഗൂഗിൾനാഥാണ് വിവരങ്ങൾ നൽകിയത്.